അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ത്വയ്ബത്തുൽ ഉലൂം അക്കാദമി നടത്തിവരുന്ന ത്വയ്ബ ഫെസ്റ്റിന്റെ വേദിയിലാണല്ലോ. ഈ വേദിയിൽ ഞാൻ ഇന്നൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ച് കേൾക്കണേ. വിസ്മയിപ്പിച്ച വിരുന്നു സൽക്കാരം. ഇതാണ് എൻ്റെ കഥയുടെ പേര്. വിശപ്പ്, കൊടും വിശപ്പ്. അതിശക്തമായ വിശപ്പും സഹിച്ച് യുദ്ധമുഖത്ത് കിടങ്ങുകീറുകയാണവർ. ഈ രംഗം കണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഒട്ടും സഹിച്ചില്ല. ജാബിർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്ന കൂട്ടുകാരെ? വേഗം ഒരാട്ടിൻകുട്ടിയെയും അല്പം ഗോതമ്പ് മാവും സംഘടിപ്പിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. ഭാര്യയായ സുഹൈല ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല. പരിഭ്രമത്തോടെയുള്ള വിളി കേട്ട് സുഹൈല ബീവി റളിയല്ലാഹു അൻഹു വേഗം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നു നിന്നു. നീ വേഗം പോയി ഭക്ഷണം ഉണ്ടാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു കത്തി മൂർച്ചയാക്കി ആടിനെ അറുത്തു. അതിവേഗം തിരുനബിയെ ക്ഷണിക്കാൻ വേണ്ടി അവിടുത്തെ ചാരത്തേക്ക് നീങ്ങി. പിന്നെ വീട്ടിൽ സംഭവിച്ചതൊന്നും ജാബിർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. എന്താ സംഭവിച്ചതെന്നോ കൂട്ടുകാരെ? ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുത്ത രംഗം തൻ്റെ 4ഉം 2ഉം വയസ്സുള്ള പിഞ്ചു മക്കൾ നോക്കി കണ്ടിരുന്നു. മൂത്തവൻ അനിയനോട് ചോദിച്ചു, അനിയ, ഉപ്പ ആടിനെ അറുത്തതുപോലെ ഞാൻ നിന്നെയും അറുത്തോട്ടെ? എന്താ അറവെന്നോ എന്താ മരണമെന്നോ ഒന്നും നിശ്ചയമില്ലായിരുന്നു. കുഞ്ഞു മക്കളല്ലേ അവർ. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുത്തതുപോലെ മൂത്തവൻ ഇളയ മകനെ മലർത്തി കിടത്തി അറുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തൻ്റെ പിഞ്ചു കഴുത്തിൽ നിന്ന് നക്ഷത്രപ്പൂക്കൾ പോലെ രക്തം ചാലിട്ടൊഴുകി. പേശികൾ വലിഞ്ഞു മുറുകി. അടയാൻ പോകുന്ന കണ്ണുകൾ ഇക്കാക്കയെ ദയനീയമായി നോക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ മൂത്തവൻ തിടുക്കത്തിൽ അവിടം വിട്ട് ഓടുന്നു. ഓടുന്നതിനിടയിൽ ഒന്നുകൂടി സംഭവിച്ചു. കത്തിയുടെ മുകളിലേക്ക് തെന്നി വീണു. ഇന്നാലില്ലാഹ്. ജ്യേഷ്ഠനും ഈ ലോകത്തോട് വിട പറയുകയാണ് മരണത്തിന്റെ ഇരുൾ നിറഞ്ഞ പാതയിലേക്ക്. ഒരു വീട്ടിലെ 2 മക്കൾ, അതും ഒരേ സമയം. താങ്ങാൻ കഴിയുമോ ഇത് സുഹൈല ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്? എങ്ങനെ ഇത് താങ്ങും? ഇല്ല, ലോകത്ത് ഒരു ഉമ്മക്കും ഇത് താങ്ങാൻ കഴിയില്ല. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷണം സ്വീകരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. സുഹൈല ബീവി റളിയല്ലാഹു അൻഹു ആകെ ബേജാറായി. കടൽ പോലെ പ്രശുദ്ധമായിരുന്നു സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ്. ഒരു ഭാഗത്ത് പ്രവാചകരോടുള്ള ഇഷ്ക് ഓളം വെട്ടുന്നു. അത് തീരങ്ങളെ ചുംബിക്കുന്ന തിരമാലകളെ പോലെ സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിലേക്ക് വാരിപ്പുണർന്നപ്പോൾ ഒരു തരത്തിലേക്ക് ക്ഷമ കിട്ടി. ഇങ്ങനെ ഓരോന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹത്തോടെയുള്ള വിളി വീണ്ടും കേൾക്കുന്നത്. സുഹൈല, ഓ സുഹൈല. ആ വിളി അങ്ങ് കേട്ടതോടെ സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിലേക്ക് ഒരു കുളിരി വീശി. പ്രവാചകരോടുള്ള പ്രേമത്തിന്റെ കുളിര്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണങ്ങളെല്ലാം എടുത്തു വെക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കാൻ ഇരിക്കുകയും ചെയ്തപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എവിടെ ജാബിർ നിന്റെ മക്കൾ? ജാബിർ റളിയല്ലാഹു അൻഹു സുഹൈല ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എവിടെ മക്കൾ? വിഷയം മാറ്റാൻ പലതലത്തിലും ശ്രമിച്ചു. പക്ഷേ വീണ്ടും വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ ചോദിക്കുകയാണ്. ഒടുവിൽ ആ സത്യം സുഹൈല ബീവി റളിയല്ലാഹു അൻഹു ഗദ്ഗദത്തോടെ പറഞ്ഞു. കണ്ണീരിൽ കുതിർന്ന ജാബിർ റളിയല്ലാഹു അൻഹു വിഷയങ്ങളെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവതരിപ്പിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ അവരെ വിളിക്കാം. യബ്ന ജാബിർ, ജാബിറിന്റെ 2 മക്കളെ, വരൂ. അത്ഭുതം, അത്യത്ഭുതം.
അവരുടെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ചോരയിൽ പൊതിച്ചു മൂടിയ 2 മക്കൾ അനുസരണയുള്ള മക്കളെ പോലെ അതാ എഴുന്നേറ്റ് വരുന്നു. അങ്ങനെ ആ വിസ്മയം തീർത്ത വിരുന്നു സൽക്കാരത്തിന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് സാക്ഷിയായി. കൂട്ടുകാരെ, ആരംഭപ്പൂവിനോടുള്ള അതിരുകളില്ലാത്ത ഇഷ്ടം നമുക്കെല്ലാവർക്കും ഈ കഥയിൽ നിന്ന് വായിച്ചെടുക്കാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് ഈമാൻ നമുക്കും എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.